ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇനി വരുന്ന കേരള PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും ആണ് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. എന്നാൽ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് ആണ്. എന്നാൽ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്, എന്നാൽ രണ്ടാമത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. പഠിച്ചു വെക്കുക. ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്, രണ്ടാമത്തെ സംസ്ഥാനം ഗുജറാത്ത് ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സാൻഡ് ആർട്ടിസ്റ്റ്. 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സാൻഡ് ആർട്ടിസ്റ്റ് ആരാണ്? സുദർശൻ പട്നായിക്. സുദർശൻ പട്നായിക് ആണ് 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. ഓർത്തിരിക്കണം, സാൻഡ് ആർട്ടിസ്റ്റ് ആണ് സുദർശൻ പട്നായിക്. സുദർശൻ പട്നായിക് സാൻഡ് ആർട്ടിസ്റ്റ് ആണ്. കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സെൻസസിന്റെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? പ്രഗതി വികാസ്. പ്രഗതി വികാസ് എന്നിവയാണ് 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നങ്ങളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ 2027 സെൻസസിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സുദർശൻ പട്നായിക് ആണ്. അദ്ദേഹം സാൻഡ് ആർട്ടിസ്റ്റ് ആണ് എന്നും ഓർത്തിരിക്കണം. ഇനി 2027 സെൻസസിന്റെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്തത് പ്രഗതി വികാസ് എന്നിവയാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യം. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന. അർജന്റീന ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറി കേട്ടോ. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ തെക്കേ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന. നാലാമത്തെ ചോദ്യം നോക്കാം. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ചത്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM, ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ചത് ഹരിയാനയിലാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഗുരുഗ്രാം പഠിച്ചു വെക്കുക. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ആരംഭിച്ചത്. അഞ്ചാമത്തെ ചോദ്യം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗം യുവ പുരസ്കാരത്തിന് അർഹനായത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗം യുവ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അഖിൽ P ധർമ്മജനാണ്. അഖിൽ P ധർമ്മജനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗം യുവ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്ക് കൂടി പഠിച്ചു വെക്കുക. വളരെ പരിചിതമായിട്ടുള്ള റാം കെയർ ഓഫ് ആനന്ദി ആണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന വർക്കിനാണ് റാം കെയർ ഓഫ് ആനന്ദി. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ P ധർമ്മജന്റെ വർക്കിനാണ് 2025 മലയാള വിഭാഗം യുവ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് ആർക്കാണ്? മലയാളം വിഭാഗത്തിൽ N പ്രഭാകരനാണ്. N പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ വർക്കും ഇമ്പോർട്ടന്റ് ആണ്. മായാമനുഷ്യൻ. N പ്രഭാകരന്റെ മായാമനുഷ്യൻ എന്ന വർക്കിനാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മലയാള വിഭാഗത്തിൽ ലഭിച്ചിട്ടുള്ളത്. അഖിൽ P ധർമ്മജന് ലഭിച്ചത് യുവ പുരസ്കാരമാണ് കേട്ടോ. മാറിപ്പോവരുത്. യുവ പുരസ്കാരം അഖിൽ P ധർമ്മജനും മലയാള വിഭാഗം പുരസ്കാരം N പ്രഭാകരന്റെ മായാമനുഷ്യൻ എന്ന വർക്കിനുമാണ് ലഭിച്ചിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം നോക്കാം.
ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്തത് എവിടെ? ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ശ്രീനഗറിലാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീനഗറിലാണ്. 2026 മാർച്ച് 16 ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ളയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഒമർ അബ്ദുള്ള. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിമാരും നമ്മൾ കോഡിലൂടെ പഠിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കറന്റ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയാണ് ഒമർ അബ്ദുള്ള. 2026 മാർച്ച് 16 ഒമർ അബ്ദുള്ളയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കേട്ടോ. എവിടെയാണ്? ശ്രീനഗർ. 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2026 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ അത് 116 ആണ്. ഇന്ത്യയുടെ സ്ഥാനം 116 ആണ്. 147 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 116 ആണ് 2026. 2025 ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 118 ആയിരുന്നു കേട്ടോ. 2025 ഇന്ത്യയുടെ സ്ഥാനം 118 ആയിരുന്നു. എന്നാൽ 2026 ആയപ്പോൾ അത് 116 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് ആണ്. ഫിൻലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം കേട്ടോ. ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചാൽ അത് ഫിൻലാൻഡ് ആണ്. തുടർച്ചയായി ഇത് 9ാം തവണയാണ് ഫിൻലാൻഡ് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത്. അപ്പോൾ പഠിച്ചു വെക്കുക. ലോക സന്തോഷ സൂചികയിൽ 2026 കണക്ക് പ്രകാരം ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 116 ആണ്. 2025 അത് 118ാം സ്ഥാനമായിരുന്നു. അപ്പോൾ തുടർച്ചയായി ഇത് 9ാം തവണയാണ് ഫിൻലാൻഡ് ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തുന്നത്. ഇനി ഏറ്റവും അവസാനം ചോദിച്ചാൽ ഏത് രാജ്യമാണ്? അഫ്ഗാനിസ്ഥാൻ ആണ്. പട്ടികയിലെ ഏറ്റവും അവസാനം ചോദിച്ചാൽ അത് അഫ്ഗാനിസ്ഥാൻ ആണ് എന്നും പഠിച്ചു വെക്കുക. അഫ്ഗാനിസ്ഥാൻ ആണ് ലോക സന്തോഷ സൂചികയിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം. 8ാമത്തെ ചോദ്യം നോക്കാം. വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിക്കപ്പെട്ടത്. വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായുള്ള ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യ മൈക്രോ ആൽഗെ എയർ ടവർ സ്ഥാപിക്കപ്പെട്ടത് ഡൽഹിയിലാണ്. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പഠിച്ചു വെക്കുക. സർക്കാർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് അമരാവതിയാണ് എന്നും പഠിക്കുക കേട്ടോ. അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം. 86% സ്കൂളുകളും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 86% സ്കൂളുകളും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മേഘാലയ. എന്താണ്? 86% സ്കൂളുകളും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് മേഘാലയയാണ്. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതി. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുശക്തി മിഷൻ. സുശക്തി മിഷൻ എന്താണ്? ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് സുശക്തി മിഷൻ. നേപ്പാളിന്റെ 47ാമത് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്. നേപ്പാളിന്റെ 47ാമത് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? ബലേന്ദ്ര ഷാ. നിലവിലെ നേപ്പാൾ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? ബലേന്ദ്ര ഷായാണ്. 2026 മാർച്ച് 27 അദ്ദേഹം അധികാരമേറ്റിട്ടുള്ളത്. അപ്പോൾ നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് ബലേന്ദ്ര ഷാ. പഠിച്ചു വെക്കുക. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി. നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ്
മന്ത്രിയാണ് ആര്? നിലവിലെ ബലേന്ദ്ര ഷാ. നേപ്പാളിന്റെ 47ാമത് പ്രധാനമന്ത്രിയായിട്ടാണ് 2026 മാർച്ച് 27 അദ്ദേഹം അധികാരമേറ്റിട്ടുള്ളത്. കരുണ ദി പവർ ഓഫ് കമ്പാൻഷൻ എന്ന പുസ്തകം രചിച്ചത് കരുണ ദി പവർ ഓഫ് കമ്പാൻഷൻ എന്ന പുസ്തകം രചിച്ചത് കൈലാസ് സത്യാർത്ഥിയാണ്. കൈലാസ് സത്യാർത്ഥിയാണ് കരുണ ദി പവർ ഓഫ് കമ്പാൻഷൻ എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത. ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിതയാണ് R.M. നാച്ചമ്മ. R.M. നാച്ചമ്മ ഇന്ത്യയിൽ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിതയാണ്. കൈഗ ആണവ നിലയത്തിന്റെ മേധാവിയായിട്ടാണ് നിയമിക്കപ്പെട്ടത്. കൈഗ എവിടെയാണ്? കർണാടകയിലാണ്. കർണാടകയിലെ കൈഗ ആണവ നിലയത്തിന്റെ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? R.M. നാച്ചമ്മ. അപ്പോൾ ഒരു ആണവ നിലയത്തിന്റെ മേധാവിയാകുന്ന ആദ്യ വനിത കൂടിയാണ് R.M. നാച്ചമ്മ എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 15 ആനുകാലിക ചോദ്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്